നമസ്കാരം. ഒരു ക്രിമിനൽ കേസിൽ ഇരയാകുന്ന ആൾക്ക് ആ കേസിലെ പ്രതിയെ വിചാരണ കോടതി വെറുതെ വിടുകയാണെങ്കിൽ അതിനെതിരെ ആ വിക്ടിം അഥവാ ആ പ്രതിയുടെ പീഡനം അനുഭവിക്കേണ്ടി വന്ന ആൾക്ക് അപ്പീൽ കൊടുക്കുവാൻ മുൻപ് ക്രിമിനൽ നടപടി നിയമത്തിൽ പ്രൊവിഷനില്ലായിരുന്നു. ആ വെറുതെ വിട്ട ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കുവാൻ സർക്കാരിന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഈ അവസരത്തിലാണ് 31/12/2009 വന്ന ക്രിമിനൽ നടപടി നിയമത്തിലെ ഭേദഗതി പ്രകാരം 372 എന്ന വകുപ്പിൽ ഒരു പ്രൊവിസോ ഉൾപ്പെടുത്തി വിക്ടിമിന് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ അതിൽ ചേർക്കുകയുണ്ടായി. അതനുസരിച്ച് ഒരു ക്രിമിനൽ കേസിൽ വിക്ടിം അഥവാ ഇരയാകുന്നയാൾക്ക് ആ കേസിലെ പ്രതിയെ വെറുതെ വിട്ടാൽ സ്റ്റേറ്റിൻ്റെ അനുവാദം കൂടാതെ തന്നെ സ്വന്തം നിലയിൽ അപ്പീൽ കൊടുക്കുവാനുള്ള അധികാരമുണ്ട്. ഈ അധികാരം വന്നതിന് ശേഷം പല ആൾക്കാരും സെക്ഷൻ 138 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം പ്രതിയെ വെറുതെ വിടുന്ന കേസുകളിൽ കംപ്ലൈനൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അപ്പീല് ജില്ലാ കോടതികളിൽ കൊടുക്കുന്ന ഒരു പ്രവണത വന്നു. മുൻപ് പ്രൈവറ്റ് കംപ്ലൈൻറ്റിന്മേൽ വരുന്ന 138 പോലുള്ള സ്വകാര്യ അന്യായത്തിന്മേൽ വരുന്ന അപ്പീലുകൾ ഹൈക്കോടതിയിലെ റിവിഷണൽ അധികാരം പ്രത്യേക അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ അവർക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ ചെക്ക് കേസുകളിലെ വാദി വിക്ടിം എന്ന ഡെഫിനിഷൻ ഉപയോഗിച്ച് 372 പ്രൊവിസോ പ്രകാരം അപ്പീൽ ഫയൽ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും വന്ന ഉത്തരവ് പ്രകാരം 372 പ്രൊവിസോയിൽ പറയുന്ന വിക്ടിം എന്ന് പറയുന്ന ഡെഫിനിഷനിൽ 138 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം ഫയൽ ചെയ്യുന്ന സ്വകാര്യ അന്യായത്തിലെ വാദി അഥവാ കംപ്ലൈനൻ്റ് വരില്ല എന്നും അവർക്ക് റിവിഷൻ അധികാരം മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുകയുണ്ടായി. എന്നാൽ അതിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയും അത് റിപ്പോർട്ട് ചെയ്തു വരികയും ചെയ്തിട്ടുണ്ട്. മെസ്സേഴ്സ് സെലസ്റ്റിയം ഫൈനാൻഷ്യൽ വേഴ്സസ് എ ഗാനശേഖരൻ എന്ന് പറയുന്ന കേസിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ അഭിപ്രായം മാറ്റി പറഞ്ഞത്. അതനുസരിച്ച് 372 പ്രൊവിസോയിൽ വന്നിരിക്കുന്ന ആ ഇൻസേർഷൻ, വിക്ടിം എന്ന് പറയുന്ന ആ ഇൻസേർഷൻ, അതിൻ്റെ ഫുൾ എഫക്റ്റ് എല്ലാവർക്കും കിട്ടണം എന്ന് സുപ്രീം കോടതി സൂചിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ തന്നെ അതിൽ പറയുന്ന വിക്ടിമിനുള്ള എല്ലാ അവകാശങ്ങളും ഒരു കംപ്ലൈനൻ്റ് ആണ് എന്നുള്ള നിലയിൽ 138 വാദിക്ക് നിഷേധിക്കരുതെന്നും ആ 138 കംപ്ലൈനൻ്റ് അഥവാ വാദി 372 പ്രൊവിസോയിൽ പറയുന്ന വിക്ടിം അഥവാ ഇര എന്ന ആളിൻ്റെ ഡെഫിനിഷനിൽ തന്നെ വരുമെന്നും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: Even if the victim of an offence is a complainant, he can still proceed under the proviso to section 372 and need not advert to subsection 4 of section 378 of the CRPC. അപ്പോൾ റിവിഷണൽ അധികാരം ഉപയോഗിക്കാതെ തന്നെ 138 പരാതിക്കാരനെ ആ കേസ് വെറുതെ വിടുകയാണെങ്കിൽ, അക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ 372 പ്രൊവിസോ പ്രകാരം ജില്ലാ കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കുവാൻ സാധിക്കും. ഇതാണ് സുപ്രീം കോടതിയുടെ പുതിയ വിധിന്യായത്തിൽ വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.